ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ഇന്ന് രണ്ടാം ദിവസമായ ഞായറാഴ്ചയാണ്. ഞങ്ങൾ 2 മണിയായപ്പോൾ തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ തിരക്ക് കുറവാണ്. ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കോർട്ടിലേക്കാണ് കയറിയത്. ഫുഡ് കോർട്ടിൽ ഉച്ചയായതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ശനിയാഴ്ച ഇന്നലെ ഈ രാത്രി ഒരുപാട് നേരം വൈകിട്ടാണ് ഇവിടെ അടിച്ചത് തന്നെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതിന് കുറച്ച് ടൈമാണ്. ഈവനിങ് ആകുമ്പോഴേക്ക് അവർ സെറ്റാക്കി വരത്തുള്ളൂ. അങ്ങനെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും എടുത്ത് മുന്നോട്ട് വരും. ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വാട്ടർ ഫെസ്റ്റിൽ ഇത്രയും ആൾ കുറവാണോ. പക്ഷേ ഇത് ഉച്ച സമയം ആയതുകൊണ്ടാണ് ഇത്രയും ആളുകൾ. നേരെ മറിച്ച് ഇത് ഈവനിങ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സൂചി പോലും വീഴേണ്ട സ്ഥലം ഉണ്ടാവില്ല. അത്രയും തിരക്കായിരിക്കും. അവിടെ ഈവനിങ്ങിൽ നിന്ന ആളുകൾക്ക് അതിനെ പറ്റി അറിയാൻ സാധിക്കും. ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ബേപ്പൂർ ബീച്ചിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാറ്റങ്ങൾ എനിക്ക് ഒരുപാട് വ്യത്യാസമായിരുന്നതാണ്. ഒരുപാട് മാറ്റങ്ങൾ ബേപ്പൂർ ബീച്ചിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈവനിങ് ബിനി ശ്രീനിവാസൻ്റെ സ്റ്റേജ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള ടിക്കറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെ കൂട്ടി അങ്ങോട്ട് നീങ്ങി. അമ്മ ഇതുവരെയായിട്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയിട്ടില്ല. ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും അമ്മ അന്ന് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അമ്മനെ കൂട്ടി അങ്ങോട്ട് പോയി. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 120 രൂപയാണ്. ഞങ്ങൾ കയറുന്നതിന് മുന്നേ ആകെ 3-4 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ കയറുമ്പോൾ അവരും തിരിച്ചു പോകുന്നു. ഞങ്ങൾ പിന്നെ നേരത്തേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത്. അത് ഈ ഉച്ച സമയമായതുകൊണ്ടാണ് ഇത്രയും ആളില്ലാതെ ഇരിക്കുന്നത്. ഈവനിങ് ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലമാണ്. ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഇനിയുള്ള ഫെസ്റ്റിലെ പരിപാടികൾ 4 മണിക്ക് ശേഷമേ തുടങ്ങിയുള്ളൂ. 4 മണിക്ക് ശേഷം പട്ടപറത്തൽ മത്സരം, അതുപോലെ തന്നെ തോണിത്തുഴൽ മത്സരം, അതുപോലെ തന്നെ നേവിയുടെ ജെറ്റ് വിമാനം ഈ വഴി പാസ് ചെയ്യുന്നതും കൂടിയാണ് ഇവിടെ ഉള്ളത് പറയുന്നത്. അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ബോട്ട് യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. ഇത് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ചാലിയം ബീച്ച് വഴി കറങ്ങി തിരിച്ച് അവിടെയുള്ള പ്രദർശനം ചെയ്ത് കൊണ്ടിരിക്കുന്ന നേവിയുടെ ബോട്ടിൻ്റെ ഇടത്തു കൂടെ പാസ് ചെയ്ത് തിരിച്ച് അരമണിക്കൂറിലൂടെ ഇവിടെ എത്തിക്കുമെന്നാണ് പറയുന്നത്.
നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഷിപ്പാണ് കാണുന്നത്. ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ തന്നെ ബീച്ചിൽ പട്ടം പറത്തുന്ന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തോണി മത്സരം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി ബീച്ചിൽ പട്ടം പറത്തുന്ന വീഡിയോയും കാഴ്ചകളും കാണാൻ വേണ്ടി പോവുകയാണ്.
ഒരുപാട് ചുമർ ചിത്രങ്ങൾ കാണാൻ സാധിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഫോട്ടോയിൽ പകർത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് എല്ലാ ചിത്രങ്ങളും എടുത്തുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങൾ 5:30 തന്നെ തിരിച്ചു. ഇനിയുള്ളത് ക്ലോസിംഗ് സെറിമണി, അതുപോലെ തന്നെ 7:30 ഡ്രോൺ ഷോ, പിന്നെ ലാസ്റ്റ് ശ്രീനിവാസിൻ്റെ സ്റ്റേജ് പ്രോഗ്രാമുണ്ട്. ഞാനും അമ്മയെ കൂട്ടി വന്നതുകൊണ്ട് തന്നെ ഈവനിങ് ആയപ്പോൾ തന്നെ അത്രയും ആളുകളുടെ ജനക്കൂട്ടാണ് തിരിച്ച് ബീച്ചിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും തിരിച്ചു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.